നമസ്കാരം, ഞാൻ ബീന വിജയൻ. എല്ലാവർക്കും എൻ്റെ കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാനിവിടെ അടുത്തതായി കാണിക്കുന്ന റെസിപ്പി നല്ല രുചിയുള്ള ഒരു മുട്ട റോസ്റ്റാണ്. ആ മുട്ട റോസ്റ്റിന് എന്തെല്ലാം ചേരുവകൾ വേണമെന്നും എങ്ങനെ ഉണ്ടാക്കാമെന്നും നമുക്ക് നോക്കാം. ഞാനിവിടെ 4 മുട്ടയ്ക്കുള്ള അളവുകൾ പറയാം. 4 മുട്ട, അതിനാവശ്യമായിട്ട് ഒരു 3 വലിയ സവാള ഉള്ളി, ഒരു വലിയ തക്കാളി, 5 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 3-4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി. അത് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ എരിവിന് നമുക്കതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം. പിന്നെ മഞ്ഞൾ, അല്പം ഗരം മസാല, കടുക്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇത്തരം സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കണം. അതിനൊരു ഫ്രൈ പാൻ, അടികട്ടിയുള്ള ഒരു ഫ്രൈ പാൻ എടുത്ത് ലൈനിങ് ചെയ്യുക. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ്. ഈ ഉള്ളിയെല്ലാം ഫ്രൈ ആയി വരാൻ വേണ്ടിയാണ് അത്ര വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് കടുക്, അധികം കടുക് വേണ്ട, പേരിനൊരു കടുക് മതി. അതിന് ഒന്ന് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉള്ളികളെല്ലാം എടുത്ത് വഴറ്റണം. കടുകെല്ലാം പതുക്കെ പൊട്ടി തുടങ്ങി. ഉള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്ത് നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഇങ്ങനെ ചോപ്പറുണ്ട് സൗകര്യമുള്ളവർക്ക് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്താലും മതി. ഇതിനകത്തേക്ക് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, സവാള ഇത്ര ഒന്നിച്ച് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. തക്കാളി നമുക്ക് ഇത് നന്നായി മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഇട്ടാൽ മതി, ഇപ്പോഴേ ഇടണ്ട. ആ തക്കാളിയുടെ വെള്ളം മുഴുവനും ഉള്ളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇത് ഉള്ളി മൂത്ത് വരാൻ താമസം പിടിക്കും. കടുകെല്ലാം പൊട്ടി, കുറച്ച് കടുകിൻ്റെ ആവശ്യമുള്ളൂ, അധികം കടുക് വേണ്ട. ഇനി നമ്മൾ ഉള്ളിയിടുക. ഈ ഉള്ളി നല്ല ബ്രൗൺ നിറമാവണം, വഴണ്ട പോരാ, നല്ല ബ്രൗൺ ആവുന്നവരെ ഇളക്കണം. ഉള്ളി ഇപ്പോൾ പകുതി വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് വിനേഗർ, ഇത് ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നില്ല. കുറച്ച് വൈറ്റ് വിനേഗർ ഈ ഉള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
അത് എന്തിനാണ്, 1 സ്പൂൺ മതി, 1 സ്പൂണോ 3/4 സ്പൂണോ ആയാലും കുഴപ്പമില്ല. അതെന്താണെന്ന് വെച്ചാൽ ഉള്ളിയുടെ മധുരം ഈ വിനാഗിരി ചെല്ലുമ്പോൾ മാറി കിട്ടും. പിന്നെ പെട്ടെന്ന് വഴണ്ട് കിട്ടും, കറിക്ക് ടേസ്റ്റ് കിട്ടും. പിന്നെ ഇപ്പോൾ നമ്മൾ കൂടുതൽ മുട്ടക്കറിയൊക്കെ വയ്ക്കുന്ന സമയത്ത് നാളത്തേക്ക് ഇങ്ങോട്ട് ഇരിക്കാനൊക്കെ ആണെങ്കിൽ വിനാഗിരി ചേർന്ന് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ചീത്തയായി പോയില്ല. അത് ഇരിക്കുന്നവരും അതിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ. അതിനെല്ലാത്തിനും നല്ലതാണ് ഈ വിനാഗിരി. നമ്മുടെ ഉള്ളി ഇപ്പോൾ മുഴുവനായിട്ടില്ല, ബ്രൗൺ ആയിട്ടില്ല, എന്നാലും പതുക്കെ കളർ ചേഞ്ച് ചെയ്തു. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും ഇതിൽ നിന്ന് ഒരു 2 സ്പൂൺ, ഇതിനകത്ത് സവാളയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇത് ഇത്ര വഴട്ട് ഇങ്ങടം കൂട്ടി നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ പച്ചമുളക്, കുറച്ച് കറിവേപ്പില കൂടി ഇനിയും ഇത് വഴണ്ട് വരണം. പിന്നെ നമ്മൾ ഈ അടിച്ചതും കൂടെ ചേർത്ത് ഇതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റാനുള്ളതാണ്. ഇത് ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആവശ്യമായ മുളകും മല്ലിയെല്ലാം ഇടേണ്ടതും കൂടെ ഉണ്ട്. ഇനി ഇത് കുറച്ചും കൂടി വഴണ്ട് വരണം നന്നായിട്ട്. ഇതുപോലെ തക്കാളിയും നമ്മൾ ആ വഴറ്റിയ എടുത്ത 2 സ്പൂൺ സവാളയും കൂടി അരച്ച് ഇതുപോലെ നല്ല രീതിയിൽ അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ഇടുകയാണ്. അല്പം നിങ്ങൾ നീക്കിയിട്ട് നമുക്ക് ആ പൊടികളെല്ലാം ഇടാം. അതിന് മല്ലിപ്പൊടി ടീസ്പൂൺ ആട്ടോ പറയുന്നത്, ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്, ചെറിയ സ്പൂണാണ്. അതുപോലെ തന്നെ 1 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, അതും ചെറിയ ടീസ്പൂൺ. പിരിയൻ മുളക് പൊടി, ഇത് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് പിരിയൻ മുളക് പൊടിയാണ് ഇടുന്നത്, അത് 1 സ്പൂൺ. 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച്, പിന്നെ നമ്മളെടുത്ത് വെച്ചിരുന്ന കുരുമുളക് പൊടിച്ചതാണിത്. ഇപ്പോൾ കുറച്ചിടുക, അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ടയൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഇടാം, പകുതി ഇടുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ, കുറച്ച് മതി, കുറച്ച് ഗരം മസാലയാണിത്, ഗരം മസാലയാണ്, വളരെ കുറച്ച് മതി മുട്ടക്കറിക്ക്. ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ച മണം പോണം, മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും, എന്നാലേ കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള രുചി കിട്ടുകയുള്ളൂ. അതിന് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്, കറിക്ക് രുചി കിട്ടില്ല. ഈ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാത്തിൻ്റെയും പച്ച മണം പോണം, നല്ല മൂത്ത മണം വരണം. തീ കുറച്ചിട്ട് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം, ഇളക്കാതെ ഇരിക്കരുത്. തീ കുറച്ചിട്ടെന്ന് പറഞ്ഞ് ഇളക്കാതെ ഇരിക്കരുത്, അന്നേരം ഒരു വശം കരിഞ്ഞു പോകും, കരിച്ചവ വരും. അത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, തീ കുറഞ്ഞിട്ടാണേലും. എരിവ് കൂടുതൽ വേണ്ടവർ അതനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവുള്ള മുളകിൻ്റെ പൊടി കൂട്ടിയിടാം. കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ മുന്നിൽ വേണ്ടതെന്ന് വെച്ചാൽ അത് വേണമെങ്കിൽ കൂട്ടിയിടാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഇനി അടുത്തായിട്ട് ഇത് കണ്ടോ, നന്നായി മൂത്തു, ഇട്ട മുളക് പൊടിയെല്ലാം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച തക്കാളിയും നമ്മൾ പകുതി വഴറ്റിയ സവാളയും കൂടി അരച്ച് പേസ്റ്റാക്കിയിരുന്നു, അത് നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇത് എണ്ണ തെളിയുന്നവരെ ഇതും വഴറ്റണം. അല്പം ക്ഷമയോടുകൂടി ഇത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ രുചി അത്രമാത്രം നല്ലതാണ്. എല്ലാം ഇതുപോലെ കറക്റ്റായി വഴറ്റി ചെയ്ത് നോക്കുക, അപ്പം നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും.
ഇനി അല്പം തീ കൂട്ടി വെച്ചിട്ട് വഴറ്റാം. നന്നായിട്ട് എണ്ണ തെളിയുന്ന വരെ വഴറ്റണം. നമ്മൾ നല്ല രീതിയിൽ വഴറ്റി ഇതിൻ്റെ കളറ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ? ഇത് ഈ കളറാണ്, ശരിക്കും ഈ കളർ വരെ വഴറ്റണം. എണ്ണ തെളിഞ്ഞ് ഈ കളർ വരെ വഴറ്റണം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒന്ന് കുഴമ്പ് പോലെ വരാം. എന്നിട്ട് നമുക്ക് ഈ മുട്ട വേണമെന്നുണ്ടെങ്കിൽ 2 ആക്കി ഇടാം, അല്ലെങ്കിൽ 1 ഫോർക്ക് കൊണ്ട് കുത്തിയിടാം. എങ്ങനെ വേണമെങ്കിലും അവരുടെ സൗകര്യം പോലെ ആ മുട്ട ഇടാം. ഇതാണ് നമ്മുടെ മുട്ട കറി. ഈ സമയത്ത് കുരുമുളക് വേണമെങ്കിൽ കുരുമുളക് ചേർക്കാം. ഉപ്പ് പാകമാണെന്ന് നോക്കണം. എനിക്ക് കുറച്ച് കുരുമുളക് കൂടെ ഇതിനകത്ത് ചേർക്കേണ്ടതുണ്ട്. ഉപ്പ് എനിക്ക് പാകമാണ്. നമ്മൾ 1 സ്പൂൺ കുരുമുളക് പൊടിച്ചതിൽ ആദ്യം പകുതി ഇട്ടിരുന്നുള്ളൂ. ഇപ്പം ഞാൻ അതിൻ്റെ കുറച്ചും കൂടെ ഇടുവാണ്. ഈ സമയത്ത് അതിൻ്റെ ഉപ്പും കുരുമുളകിൻ്റെ ഭാഗവും എല്ലാം നോക്കി നല്ല ഒന്നാം തരം മുട്ട റോസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കി, സെയിം രുചി നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ഈ ഉള്ളി വഴറ്റുന്നതും ഈ കളറാകുന്നത് വരെയും വഴറ്റാനും അടി പിടിക്കാതിരിക്കാനും ഒക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ ഞാനുണ്ടാക്കിയ അതേ ടേസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് മുട്ടക്കറി കിട്ടുന്നതായിരിക്കും. നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടക്കറി. നിങ്ങൾക്കിത് കുറച്ചും കൂടിയും പെരളനായിട്ട് എടുക്കണമെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ച് കുഴമ്പ് രൂപത്തിലാക്കിയാൽ മതി. എനിക്കിതിപ്പോൾ ഈ രീതിയിൽ എടുക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്കും ഇഷ്ടമാകും. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കും. താങ്ക് യു.